إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അർഹമുർ-റാഹിമീനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഏകദേശം 6000 ചില്ലാനം ആയത്തുകളുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൽപ്പനകളും എല്ലാം അടങ്ങിയ മനുഷ്യകുലത്തിൻ്റെ മോചനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കേട്ട പരിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും തുടങ്ങി ഈ അധ്യായങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതിലൂടെയെല്ലാം മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ, നിർവഹിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു നമുക്ക് ഓതിത്തരും. ഈ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന ഏതായിരിക്കും? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ കലാമിനെ കുറിച്ച് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹയും അത് കഴിഞ്ഞ് സൂറത്തുൽ ബഖറയിലൂടെയൊക്കെ പോകുമ്പോൾ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് കൽപ്പിച്ച കൽപ്പന അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്താണ്. ഒന്നാമത്തെ കൽപ്പന, ആദ്യത്തെ അള്ളാഹുവിൻ്റെ അമ്ർ. അതെന്താണ്? അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ. ഒന്നാമത്തെ കൽപ്പന മുസ്ലിമീങ്ങളെ, മക്കക്കാരെ, സഹാബികളെ എന്നൊന്നും വിളിച്ചുകൊണ്ടല്ല, ലോകത്തിലെ സർവ്വജനങ്ങളെയും അല്ലാഹു വിളിച്ചു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ നിങ്ങളെ പടച്ച നാഥനെയാണ് നിങ്ങൾ ഇബാദത്ത് എടുക്കേണ്ടത്. അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചവനാണവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് ജനപദങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. നിങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്നവനാണവൻ.
الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم. അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ സംവിധാനിച്ചു, ആകാശത്ത് സംവിധാനിച്ചു, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി, ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കി. അള്ളാഹുവാണ് നിങ്ങൾക്ക് സർവ്വ അനുഗ്രഹങ്ങളും ചെയ്തു തന്നത്, നിങ്ങൾക്ക് ജീവിക്കാൻ, ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതെല്ലാം നിങ്ങൾക്കറിയാം, റബ്ബാണ് ചെയ്തു തന്നത്. നിങ്ങളാരുമല്ല ഈ ഭൂമി സംവിധാനിച്ചതും സൃഷ്ടിച്ചതും, നിങ്ങളല്ല നിങ്ങളെ സൃഷ്ടിച്ചതും. ഒരു സൃഷ്ടാവ്, ആ റബ്ബിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാര് നിങ്ങൾ വെക്കരുത്. അപ്പം ഇതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ കൽപ്പന. ഏതാണത്? അള്ളാഹു നമ്മെ എന്തിനാണോ സൃഷ്ടിച്ചത്, പ്രവാചകന്മാരെ എന്തിനാണോ അയച്ചത്, എന്തിനാണോ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്, എന്തിനാണോ ജിന്നുകളെ പടച്ചത്, എന്തിനാണോ ഈ ലോകം മുഴുവൻ സംവിധാനിച്ചത്, ഒരൊറ്റ ലക്ഷ്യമാണ്. അത് അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. ഈ ലക്ഷ്യമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഒന്നാമതായി കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തിരുവചനം, ഈ ഇബാദത്ത്, നമ്മോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇബാദത്തെന്ന കടമ, അത് കേവലം കേട്ടുപോകാനുള്ളതോ കേവലം ഒരു കാനേശുമാരി മാപ്പിളയായി ജീവിച്ചു തീർക്കുന്നതിനിടയിൽ ചെയ്യേണ്ടതോ അല്ല. ഈ ഇബാദത്താണ് നമ്മുടെ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ, അമല് സാലിഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇബാദത്ത്. എന്താണ് അത്? ഈമാനുള്ളവനാവുക, അള്ളാനെ മാത്രം വിളിച്ച് ദുആയിരക്കുക, അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാനെ അള്ളയായി റബ്ബായി മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും, അള്ളാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരുപാട് നാമങ്ങൾ, അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ അവന് സ്വർഗം ഉറപ്പാണെന്ന് പഠിപ്പിച്ച നാമങ്ങൾ. അള്ളാഹു ബസീറാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അള്ളാഹു എല്ലാം കാണുന്നവനാണെന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവൻ ലോകത്താരുമില്ല. അതൊരു വലിയനോ, ഒരു ബീവിക്കോ, ഒരു പ്രവാചകനോ, ഒരു മലക്കിനോ, ഒരു ജിന്നിനോ, ഒരു ശൈത്താനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കോ വകവെച്ചു കൊടുത്താൽ അള്ളാഹുവിൻ്റെ അൽ ബസീർ, എല്ലാം കാണുന്നവൻ എന്നുള്ള ആ വിശേഷണത്തിൽ ഷെയറിങ് വന്നു. അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അവൻ മുശ്രിക്കാണ്, എല്ലാം കേൾക്കുന്നവൻ. മഹാന്മാരെല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, എവിടുന്നും സഹായിക്കുന്നു, എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങൾ ഒരു മനുഷ്യൻ പഠിച്ച് മനസ്സിലാക്കി ആ വിശേഷണങ്ങളിലൂടെ ജീവിച്ചാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വാസമാണ് ഏറ്റവും വലിയ ഇബാദത്ത്. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ. അള്ളാഹ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹനെ മാത്രം ഇബാദത്തെടുക്കാനുള്ളതാണ് എന്നുള്ളത്. അത് കേവലം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയലല്ല. ലാ ഇലാഹ ഇല്ലല്ലാ, ഞങ്ങൾ അള്ളാഹു മാത്രമാണ് ഞങ്ങൾക്ക് ആരാധനക്കറിയുന്നതെന്ന് പറയുന്നു. ആപത്തും മുസീബത്തുകളും ഉണ്ടാകുമ്പോൾ ബദരീങ്ങളെയും മുഹദീങ്ങളെയും മറ്റുള്ള മനുഷ്യ ദൈവങ്ങളെയും അതല്ലാത്ത ജിന്നുകളെയും മലക്കുകളെയും അവരെയൊക്കെ വിളിച്ച് സഹായം തേടുന്നു. അവരൊക്കെ എൻ്റെ വിളി കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു, എൻ്റെ പ്രയാസം നീക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പേരാണ് ഷെയറിങ്. അതിൻ്റെ അറബിയിലുള്ള വാക്കാണ് ഷിർക്ക്. അതാണ് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും വലിയ വൻ പാപം. ഈ പാപത്തിൻ്റെ പ്രത്യേകത കൊലപാതകത്തെക്കാളും വ്യഭിചാരത്തെക്കാളും കള്ളുകുടിയേക്കാളും പലിശ വാങ്ങുന്നതിനേക്കാളും അതേപോലെ തന്നെ ലോകത്ത് മറ്റെന്തെല്ലാം തെറ്റുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം വലിയ തെറ്റ്, അള്ളാഹ് പൊറുക്കാത്ത തെറ്റ്, കാലാകാലം നരകത്ത് കിടക്കേണ്ടി വരുന്ന തെറ്റ്, അതാണ് ഷിർക്ക്. എന്താണ് ഷിർക്ക്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഒരു ഇബാദത്ത്, അള്ളാഹുവിന് മാത്രമുള്ള ഒരു കഴിവ്, അള്ളാഹുവിന് മാത്രമുള്ള ഒരു പ്രത്യേകത അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക. അള്ളാഹു അല്ലാത്തവർ അള്ളയാണെന്ന് വിശ്വസിക്കേണ്ടതില്ല.
മക്കയിലെ മുശ്രിക്കുകൾ കാഫിറുകൾ മുശ്രിക്കുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അബൂജഹലും അബൂലഹബും ഉത്ബത്തും ഷൈബത്തുമെല്ലാം അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളയാണ് എന്ന് വിശ്വസിച്ചവരാണ്. അവർക്ക് ഭക്ഷണം നൽകുന്നത് അള്ളയാണ് എന്ന് വിശ്വസിച്ചവരാണ്. എന്നിട്ടും അവർ എന്തുകൊണ്ട് കാഫിറുകളായി? അവർ അള്ളാനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അള്ളാന്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരുമായ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അള്ളാന്റെ കഴിവുകളൊക്കെ ഇവർക്ക് വകവെച്ചു കൊടുക്കുന്നു. അള്ള കേൾക്കുന്ന പോലെ എല്ലായിടത്തുനിന്നും കേൾക്കാനുള്ള കഴിവുണ്ട്, അള്ള കൊടുത്ത കഴിവ് തന്നെയാണ് എന്ന് വിശ്വസിച്ചിട്ടും അവർ കാഫിറുകളായി, അവർ മുശ്രിക്കുകളായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട വിശ്വാസം, തൗഹീദ്, ഏകദൈവ വിശ്വാസം എന്ന് പറയപ്പെട്ട ഇസ്ലാം ദീനിൻ്റെ അടിത്തറ പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ അയച്ചത്, വേദഗ്രന്ഥങ്ങൾ അയച്ചത്. എന്നിട്ടിത് മനസ്സിലാക്കി ലോകത്തിൻ്റെ മുസ്ലിമീങ്ങളാകട്ടെ ഏതു മനുഷ്യന്മാരാകട്ടെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുത്ത് ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും സർവ്വ ജിന്നുകളെയും മനുഷ്യന്മാരെയും അള്ളാഹു സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നിനെയും മനുഷ്യന്മാരെയും സൃഷ്ടിച്ചിട്ടില്ല. അൾട്ടിമേറ്റ് എയിം എന്താണ്? ലക്ഷ്യമെന്താണ്? അള്ളാഹുവിനെ ഇബാദത്തെടുക്കലാണ്. ഈ ഇബാദത്തിൽ ഇഖ്ലാസ് ഉണ്ടാകലാണ്. ഇത് പാളിയോ ഒരമലും അള്ളാഹു സ്വീകരിക്കൂല, ഒരമലും സ്വീകരിക്കൂല. ഇതാണ് വിശുദ്ധ ഖുർആനിൻ്റെ 6000 ചില്ലാനം ആയത്തുള്ള 114 സൂറത്തുകളുള്ള ലക്ഷക്കണക്കിന് നിർദ്ദേശങ്ങളുള്ള വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ നിർദ്ദേശം യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മുസ്ലിമീങ്ങളെ എന്നല്ല, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് സർവ്വം ചെയ്തു തരുന്ന പ്രിയപ്പെട്ട റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്തെടുക്കേണ്ടത്. എന്ത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ആവലാദികളും വേവലാദികളും ആ റബ്ബിൻ്റെ മുമ്പിലേ പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അള്ള പൊറുക്കാത്ത പാപമാണ്. അള്ള പൊറുക്കണ പ്രശ്നമില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പണ്ഡിതന്മാർ പറയുകയാണ്, അള്ളാഹ് നമ്മോട് കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തൗഹീദാണ്. അള്ളാഹ് നമ്മോട് വിലക്കിയ അള്ളാഹു നമ്മോട് വിലക്കിയ ഏറ്റവും ഗൗരവപ്പെട്ട പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാപം അത് ശിർക്കാണ്. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്തെടുക്കണം, ഒരാളിലും ശിർക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു തേട്ടം, ഒരു ദുആ, ഒരു പ്രതീക്ഷ, ഒരു കാവൽ, ഒരു തവക്കുൽ, ഇന്ന ബദരീങ്ങൾ നോക്കിക്കോളും, ഉഹദീങ്ങൾ നോക്കിക്കോളും, മുമ്പർന്നങ്ങൾ നോക്കിക്കോളും, ഇന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഇന്ന സൃഷ്ടി, ഇന്ന ഹോജ, ഇന്ന അള്ളാഹു അല്ലാത്ത ആരാകട്ടെ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ ഓൻ മുശ്രിക്കാണ്, അള്ളാഹ് പൊറുക്കാത്ത പാപമാണ്. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ. അള്ളാഹ് പറഞ്ഞു, ഒരു മനുഷ്യൻ ഇങ്ങനെ ശിർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ സർവ്വ അമലുകളും ബാത്തിലാകുന്നു. എത്ര നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും, ഇത് ജീവിതത്തിൽ ശിർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ അമലും ബാത്തിലാകും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പഠിപ്പിച്ചു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, വലഖദ് ഊഹിയ ഇലൈക, നിങ്ങൾക്ക് ഞാൻ വഹി നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബലിക, നിങ്ങളുടെ മുമ്പുള്ള ലക്ഷോപലക്ഷം പ്രവാചകന്മാർക്കും വഹി കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്ത വഹിയ്? എന്താ കൊടുത്തത്? വഹീന്റെ ഒന്നാമത്തെ വാചകം, പ്രധാനമായിട്ടുള്ള കാര്യം, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, അഥവാ ശിർക്ക് ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അമലുകളെല്ലാം ബാത്തിലാണ്, ചെയ്ത അമലെല്ലാം പൊളിഞ്ഞു പോയി. ഓട്ടബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ച പോലെ ഒന്നുമില്ല. വെള്ളം കോരി കുറെ ഒഴിച്ചിട്ടുണ്ട്, ഒന്നും ബാക്കിയായിട്ടില്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ബലില്ലാഹ ഫഅ്ബുദ്, അതുകൊണ്ട് അള്ളാഹനെ മാത്രം ഇബാദത്തെടുക്കണം, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ഈ ഇബാദത്ത്. ഈ തൗഹീദ് എന്ന ഇബാദത്തിൽ 101% അത് പ്യുവറായിരിക്കണം, കൃത്യമായിരിക്കണം. അതിൽ
ഒരു തരി പോലും ഷിർക്കിൻ്റെ നിഫാക്കിൻ്റെ ലാഞ്ചനയുണ്ടാകാൻ പാടില്ല. അതുണ്ടെങ്കിൽ പാളിപ്പോയി. വലില്ലാഹ ഫഅബുദ് വകും മിനശ്ശാകിരീൻ, നീ ശുക്ർ ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നോക്ക് നിങ്ങൾ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ഷെയറിങ് നടത്തിയാൽ, എന്തിൽ ഷെയറിങ്? അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്തിൽ ഏതിലെങ്കിലും ഒന്ന്. പ്രതീക്ഷ ഇബാദത്താണ്, ഭയം ഇബാദത്താണ്. വലാ തഖാഫൂനി വലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ അവരെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടണം. എന്താ ഭയം ഇബാദത്തായത്? എങ്ങനെ? അള്ളാനെ പേടിക്കണം എന്ന് പറഞ്ഞു. എന്താ അള്ളാനെ പേടിക്കുക എന്ന് പറഞ്ഞ്? അള്ളാനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അള്ളാനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. മഹാന്മാരുടെ കുരുത്തക്കേട് തട്ടും, അവരുടെ അപകടമുണ്ടാകും എന്നൊരാൾ പേടിക്കുന്നുണ്ടെങ്കിൽ ആ ഭയം അത് ഷിർക്കാണ്. അള്ളാഹുവിനല്ലാതെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസവും വരുത്താൻ കഴിയൂല. ഇന്ന ഷെയ്ഖിൻ്റെ കുരുത്തക്കേട്, ആ ഷെയ്ഖ് മരിച്ചു പോയതല്ലേ, ആ ഷെയ്ഖ് നമ്മളെ കാണും, മരിച്ചു പോയാലൊക്കെ ശക്തിയുണ്ട്. ആ ഷെയ്ഖിൻ്റെ ആളായില്ലെങ്കിൽ, ആ ഷെയ്ഖ് പറഞ്ഞ പോലെ ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഷെയ്ഖിനെ കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഇന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുരുത്തക്കേട് തട്ടും, പ്രയാസമുണ്ടാക്കും. നിന്റെ ജീവിതത്തിൽ അയാൾ ഇടപെടും. ഇന്ന പ്രവാചകൻ, ഇന്ന വലിയ, ഇന്ന ശൈത്താൻ, ഇന്ന വലിയ, ഇന്ന ബീവി, ഇന്ന ഖോജ, ഇന്ന ബാബ, ഇന്ന അമ്മ, ആരാകട്ടെ, നിന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുമെന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ മുശ്രിക്കാണ്. കാരണം ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റൂല. നേരെ മറിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലൂടെയാണെങ്കിൽ ഇടപെടുക. പാമ്പിനെ പേടിക്കുന്നു, സിംഹത്തെ പേടിക്കുന്നു, അക്രമിയെ പേടിക്കുന്നു, കള്ളനെ പേടിക്കുന്നു, അത് പ്രശ്നമില്ല, അത് ശിർക്കല്ല. അത് നമുക്ക് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അല്ലാത്തതോ പേടി ശിർക്കാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും. പ്രതീക്ഷ അള്ളാഹുവിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്. തവക്കുൽ, ഭരമേൽപ്പിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു യാത്ര പോകുന്ന സമയത്ത് എൻ്റെ അയൽവാസിനോട് പറയും, എൻ്റെ വീടൊന്ന് നോക്കണം കേട്ടോ. അത് പ്രശ്നമാണോ? അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അയൽവാസിക്ക് ഒരു നോട്ടം ഉണ്ടാകണം, അത് പ്രശ്നമുള്ള കാര്യമല്ല. അവിടെ കാര്യകാരണ ബന്ധമുണ്ട്. നേരെ മറിച്ച് ബദരീങ്ങപ്പാപ്പ ഞാൻ പോവുകയാണ്, ബദരീങ്ങളുടെ പേരെഴുതി 313 ബദരീങ്ങളുടെ പേരെഴുതി ലിസ്റ്റൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങളെ പേരൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളെ പല വീടുകളുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ഗിൽറ്റിലൊക്കെ ആക്കി എഴുതി വെച്ച് പിടിപ്പിച്ച് ഉസ്താദുമാരായ ആളുകൾ കൊടുന്നതെന്ന് ഒരു 4 റുപ്യേൻ്റെ ചാർട്ട് പേപ്പറും അതേപോലെ തന്നെ 10 റുപ്യേൻ്റെ നൂലും ആക്കി, എന്നിട്ട് നമ്മുടെ 1000-1500 റുപ്യൊക്കെ തന്നിട്ട് വാങ്ങിക്കൊണ്ട് നമ്മൾ വിശ്വസിക്കണത് അത് വെച്ചാൽ എൻ്റെ വീട് വരെ നോക്കിക്കോളും. അത് ശിർക്കാണ്. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ. അള്ളാഹ് പറയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി, ഇങ്ങനെ ശിർക്ക് വന്നാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമാണ്. വമഅവാഹുന്നാർ, അവൻ്റെ സങ്കേതം നരകമാണ്. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് ഒരു സഹായി ഉണ്ടാവില്ല. അവൻ അക്രമിയാണ്. പിന്നെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ എന്ത് ചെയ്യണം? അള്ളാഹ് പൊറുക്കാത്ത പാപാണെന്ന് പറഞ്ഞു. പടച്ചറബിനോട് അങ്ങേയറ്റം കരഞ്ഞ് കൽബ് പൊട്ടി, പടച്ചോനെ നീ എന്നെ സൃഷ്ടിച്ച ഈ ലക്ഷ്യത്തിൽ നിന്നും ഹറാമായിട്ടുള്ള ഏറ്റവും വലിയ തിന്മയായിട്ടുള്ള ശിർക്ക് എൻ്റെ ജീവിതത്തിൽ വന്നുപോയി റബ്ബേ എന്ന് പടച്ചറബിനോട് പഞ്ചപുച്ഛമടക്കി പടച്ചറബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു ശിർക്ക് പൊറുക്കും. അല്ലെങ്കിൽ പൊറുക്കണ പ്രശ്നമില്ല. ഏത് പാപം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും, ശിർക്ക് പൊറുക്കൂല എന്ന് പറയാനുള്ള കാരണം എന്താ? അള്ളാഹിനോട് അങ്ങേയറ്റം ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും. സർവ്വ പ്രവാചകന്മാരും വന്നിട്ട് അവരുടെ പ്രബോധനത്തിൻ്റെ 1-ാം തീയതി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇതൊരു നിസ്സാര വിഷയമല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി, ഇഖ്റാ ബിസ്മി ഇറങ്ങി, രഹസ്യ പ്രബോധനം. എന്നിട്ട് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പനയൊന്നുമില്ല, ദഅവത്ത് നടത്താൻ കൽപ്പനയില്ല. പിന്നെ ദഅവത്ത് നടത്താൻ കൽപ്പന തുടങ്ങി. റസൂലുള്ള പേടിച്ചിങ്ങനെ കിടക്കുകയാണ്. ഇഖ്റാ ബിസ്മിക്ക് ഇറങ്ങി, പ്രയാസപ്പെട്ട് ബേജാറായി പേടിച്ച്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ, പുതപ്പിട്ട് മൂടിയവനെ എണീക്ക്, ഖും ഫഅൻദിർ, ഉത്ബോധനം നടത്തണം. നിങ്ങളെ സൃഷ്ടിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. കിടന്നുറങ്ങാൻ പറ്റൂല, അതുകൊണ്ട് ഫിൽട്രേഷൻ നടക്കണം. വസിയാബക ഫതഹിർ, ശിർക്കിൽ നിന്നും അതേപോലെ തന്നെ മറ്റുള്ള മലിനതകളിൽ നിന്നും ശരീരം ഹൃദയം റെഡിയാകണം. റസൂലുള്ള രഹസ്യ പ്രബോധനം തുടങ്ങി. ഭാര്യയോട് പറഞ്ഞു,
അബൂബക്കറിനോട് പറഞ്ഞു, അലിയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹും അജ്മഈൻ, പോരാ, രഹസ്യ പ്രബോധനം പോരാ, പരസ്യ പ്രബോധനം നടത്തണം. റസൂലുള്ളാഹി എന്താ ചെയ്തത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ കള്ളൂടി ഒഴിവാക്കണം, പെണ്ണൂടി ഒഴിവാക്കണം, തോന്നിയാസം ഒഴിവാക്കണം, യുദ്ധം ഒഴിവാക്കണം, അക്രമം ഒഴിവാക്കണം, അനീതി ഒഴിവാക്കണം എന്നാണോ? ഇല്ല, ഇതിനേക്കാൾ വലിയ പ്രശ്നം അവരെടുത്തുണ്ട്, ശിർക്ക്. റസൂലുള്ളാഹി സഫാ കുന്നിലേക്ക് അവരെ വിളിച്ചു. യാ സബാഹ, ഖുറൈശികളെ വിളിച്ചു. എല്ലാവരും ഒരുമിച്ച് കൂടി. അല്ലമീനാ വിളിക്കണത്, മുത്തും കണ്ടാണ് ഈ വിളിക്കണത്. എല്ലാവരും കൂടി, അബൂജഹലും ഉത്ബത്തും ഷൈബത്തും എല്ലാ കിങ്കരന്മാരും എല്ലാ ഭീകരന്മാരും എല്ലാവരും ആരായി വിളിക്കണത്? സഫാ കുന്നിൻ്റെ മുകളിൽ നിന്ന് മുഹമ്മദാ വിളിക്കണത്. ഒരു കാര്യമില്ലാതെ മുഹമ്മദ് വിളിക്കൂല. ഖുറൈശികൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിലാണ് സാധാരണ സഫാ കുന്ന് കയറിയിട്ട് നേതാക്കന്മാരെ വിളിക്കൽ. എല്ലാവരും വന്നു ഒരു സുപ്രഭാതത്തിൽ. എന്നിട്ട് റസൂൽ ചോദിച്ചു, ഈ കുന്നിൻ്റെ മുകളിൽ നിന്നും അപ്പുറത്ത് നിന്നും ഒരു കുതിര സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ, ഖുറൈശികളെ നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങൾ വിശ്വസിക്കും. മുഹമ്മദ് ഇതുവരെ കളവും പറഞ്ഞിട്ടില്ല, ജല്ലമീനാണ്. അപ്പം മുത്തുനബി പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ എന്ന കൂട്ടരെ ഞാനൊരു ഇതിനേക്കാളും വലിയ സത്യം പറയട്ടെ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, അത് പറയണം, അംഗീകരിക്കണം. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹ ഇല്ല, ലാത്ത ഇല്ല, ഉസ്സ ഇല്ല, മനാത്ത ഇല്ല, ഇബ്രാഹിം നബി ഇല്ല, ഇസ്മായിൽ നബി ഇല്ല, അവർക്ക് കൊടുത്ത കഴിവുമില്ല, അല്ലാഹനെ മാത്രം വിളിക്കണം എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി പ്രശ്നം തുടങ്ങി. സംരക്ഷിക്കേണ്ട പിതൃവ്യന്മാർ പോരും തബ്ബല്ലക് അലിഹദാ ജമാഅതന, മുഹമ്മദേ നിനക്ക് നാശം, നശിച്ചവൻ, ഇത് പറയാനോട് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. അജാലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഞങ്ങൾ അള്ളാഹനെയും വിളിക്കും, അള്ളാഹു അല്ലാത്തവരെയും വിളിക്കും, എല്ലാവരും വിളിക്കും. ഇതൊക്കെ ഒന്നാണ്, ഇനിയൊക്കെ ഒഴിവാക്കി അള്ളാഹനെ മാത്രം വിളിക്കണം എന്ന് പറയാനാണോ ഈ വന്നത്? അപ്പോൾ ഒന്നാം തീയതി പ്രവാചകന്മാർ പറഞ്ഞത് അതാണ്. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, മിൻ ഖബലിക മിൻ റസൂലിൻ, റസൂലേ നിങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവാചകന്മാരെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് പ്രധാനപ്പെട്ട ഒരു വഹി കൊടുക്കാതെ, ഒരു നിർദ്ദേശം കൊടുക്കാതെ. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ആളുകളെ ക്ഷണിക്കുക, എന്നെ മാത്രമാണ് ഇബാദത്ത് എടുക്കേണ്ടത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ഉമ്മത്തിലേക്ക് ഇറക്കിയ പ്രവാചകന്മാരെയും അല്ലാഹു അവരോട് പറഞ്ഞിട്ടുള്ളത് എന്നെ മാത്രം ഇബാദത്ത് എടുക്കണം. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ആളുകളെ, ജീവനുള്ളതിനെ ജീവനില്ലാത്തതിനെ, ശൈത്താൻ ആരാധിക്കുന്ന ആളുകളുണ്ട്, ഇന്നുമുണ്ട് അന്നുമുണ്ട്, എല്ലാം ഒഴിവാക്കണം, ത്വാഗൂത്താണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ. ഇതിലെന്തായിരിക്കണം? ഇതിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ഇത് പ്യുവറായിരിക്കണം. ഇതിൽ വിഷം കലർന്നാൽ അമലുകളെ ബാധിക്കും, പരലോകത്തെ ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹിദുകളുടെ കൂട്ടത്തിൽ, മുത്തഖീകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു റബ്ബിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാവിധം ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവ അമലുകളും പൊളിക്കുന്ന, കാലാകാലം നരകം വാങ്ങിത്തരുന്ന, നരകമോചനമില്ലാത്ത ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്. ഏറ്റവും വലിയ ഒന്നാമത്തെ ഇബാദത്തും ഒന്നാമത്തെ പുണ്യകർമ്മവുമാണ് തൗഹീദ്, ഈമാൻ എന്ന് നമ്മൾ വിശദീകരിച്ചു. ഈ തൗഹീദിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥതയുണ്ടാകണം, അത് ക്ലിയർ ആയിരിക്കണം, ഷിർക്കിൻ്റെ ലാഞ്ചനം ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞു. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നതോടുകൂടി തന്നെ നമ്മളെ ഷിർക്കിലേക്ക്, നമ്മൾക്ക് അറിയാതെ നമ്മളിലേക്ക് വരുന്ന ഷിർക്കാണ് ഷിർക്കുൻ അസ്ഗർ. ഇബാദത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മുടെ ഇബാദത്ത് ചെയ്യുക. ഒരാൾ നിസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറെ ഭയപ്പെടുന്നത് ഷിർക്കുൻ അസ്ഗറാണ്.
പേര് കൊണ്ട് ചെറിയ ശിർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം വലിയ ശിർക്ക് നേരത്തെ പറഞ്ഞ ദീനിൽ തന്നെ പുറത്തു പോണ കാലാകാലം കാഫിറാകണ സാധനമായതുകൊണ്ട് ഇതിൻ്റെ പേര് ചെറുതെന്ന് വന്നോന്നേ ഉള്ളൂ. ഇത് ചെറുതല്ല, ഇതിന് നരകം സുനിശ്ചിതമാണെന്ന് പണ്ഡിതന്മാർ പറയും. എന്താണ്? ആളുകൾ കാണാൻ വേണ്ടി ഈ പാത്രം ലോകമാന്യത, ലോകമാന്യം, റിയാ. റസൂലുള്ളയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് റിയാ? റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. ആർക്കാ നിസ്കരിക്കാൻ? അയാളെ ഉദ്ദേശം അള്ളാഹ്ക്ക് തന്നെയാണ്, വേറെ ആർക്കുമല്ല. അങ്ങനെ അയാൾ നിസ്കാരം തുടങ്ങി. അയാളുടെ നമസ്കാരം മറ്റൊരാൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ യുസയ്യിനു സ്വലാതഹു, അയാളെ നമസ്കാരം അയാൾ ഒന്നും കൂടി നന്നാക്കുന്നു, ഭംഗിയുള്ളതാക്കുന്നു. അവിടെ ഷെയറിങ് വരികയാണ്. ഇതരെ എന്ത് ഭംഗിയുള്ളതാക്കാൻ? ഇതരെ സ്പീഡിലുള്ള സുജൂദും റുക്കുവും അതേപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ പോകരുന്നു. ഒരാൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ട നിസ്കാരം ഒന്ന് സ്ലോ ആയി, ഒന്ന് ചൊറുക്കുള്ളതായി. അവിടെ ഷെയറിങ് നടക്കുന്നു. അതെൻ്റെ പേരിനാണ് ശിർക്ക്. അവിടെ ആർക്കാ നിസ്കാരം ആയത്? അള്ളാഹ്ക്കും പോയി, ഇവനും കാണണം. അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുകയാണ്, ദാനധർമ്മം കൊടുക്കണ സമയത്ത്, അള്ളാന്റെ മാർഗത്തിൽ പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുന്ന സമയത്ത്, അള്ളാന്റെ മാർഗത്തിൽ മറ്റുള്ളവരെ കണ്ണീരൊപ്പുന്ന സമയത്ത് ഞാൻ നന്നായി കൊടുക്കണ ആളാന്ന് വിചാരിച്ചോട്ടെ. ഞാൻ തിരക്കടില്ലാതെ ആൾക്കാർ എന്നെ കുറിച്ച് പറയട്ടെ. അതിൻ്റെ പേരാണ് ശിർക്ക്. അല്ലാഹ് പൊറുക്കൂല, അല്ലാഹ് പൊറുക്കൂല എന്ന് ഈ വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇങ്ങനെയുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ അമലുകൾ കൊണ്ട് പുറത്തേക്കാം എന്നും പറഞ്ഞു. ചെറിയ ശിർക്കാണെങ്കിൽ നരകം നിശ്ചയമാണ്, പക്ഷേ അതിൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാർ. ഗൗരവമാണ് എന്നർത്ഥം. നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകളെ അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് അറിയുന്ന ഹദീസാ. ഒരു ജിഹാദ് ചെയ്ത, അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ഒരു വിഭാഗം ആളുകൾ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാകും. അള്ളാഹു ചോദിക്കും, നിനക്ക് നല്ല കഴിവും ആരോഗ്യമൊക്കെ തന്നല്ലോ, നീ എന്ത് ചെയ്തു? അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞാൻ മുജാഹിദായി, ജിഹാദ് ചെയ്തു, ഞാൻ ഷഹീദായി. അള്ളാഹ് പറയുന്നു, കദബ്ത, കളവാണ് പറഞ്ഞത്. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് പറയരുത്. ഈ നല്ല ആരോഗ്യവും കഴിവും അതേപോലെ തന്നെ നല്ല ധീരനാണെന്ന് പറയാൻ ജിഹാദ് ചെയ്തു, അങ്ങനെ ഈ ഷഹീദായി. അത് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നരകത്തിലേക്ക്. ഒരാളാണല്ലോ, ഒരാളാണോ? അല്ല, അങ്ങനെ ധാരാളക്കണക്കിന് ആളുകൾ. അങ്ങനെ കുറേ ഷഹീദായ ആൾക്ക് നമ്മളെ കണ്ണിൽ അയാൾ ഷഹീദാ, ഘോര യുദ്ധം ചെയ്ത് ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ആളാണ്. നരകത്തിൽ കിടന്ന് തിളക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മറ്റൊരുത്തൻ ധനാഢ്യനാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്തവനാണ്, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വരാൻ ആഗ്രഹിച്ചവനാണ്. അത് വന്നിട്ടുമുണ്ട്, ജനങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഇസ്ലാമിന്റെ കൊടുക്കൽ എങ്ങനെയാണെന്നറിയോ? വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ല, മറ്റൊരാളും അറിയണ്ട, എൻ്റെ റബ്ബറിഞ്ഞാൽ മതി. അതാണ് ഇസ്ലാമിലെ കൊടുക്കൽ. രണ്ടാമതൊരു കൊടുക്കലുണ്ട്, 4 ആൾ കണ്ടു കൊടുക്കുന്നു, പക്ഷെ കൽബിൽ എന്താ ഉള്ളതെന്നറിയോ? പടച്ചോനെ ആരും കൊടുക്കണില്ലല്ലോ, ഞാനൊന്ന് കൊടുക്കണിട്ട് 4 ആൾ കൊടുക്കട്ടെ. അതാണ് കൽബിൽ. അല്ലാതെ ഞാൻ കൊടുക്കുന്നു എന്ന് മറ്റുള്ളവർ അറിയട്ടെ, ഞാൻ ഉഷാറാകട്ടെ, എന്നെ കുറിച്ച് പറയട്ടെ, അല്ല. ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ 90% ഈ പറഞ്ഞതാണ്. അയാൾ കാണണം, പോപ്പുലാരിറ്റി, ഫോട്ടോ വരണം, അറിയണം, എന്നെക്കുറിച്ച് പറയണം, ഞാൻ കുടുംബത്തിൽ നന്നായി കൊടുക്കുന്ന ആളാണ്, തറവാട്ടിൽ നാട്ടുകാർ. അതാ കാട്ടിക്കൂട്ടലുകളിൽ അറിയാം. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പറയും നമുക്കേറ്റ കയ്യും ചെയ്യൂല. പക്ഷെ നമ്മളോട് ചോദിക്കുക സഹോദരൻ, ഞാനാ കൊടുത്തത്, ഞാനാ സഹായിച്ചത്, ഞാനാ ഒരു നല്ല കർമ്മം ചെയ്തത്, ഞാനതാ പറഞ്ഞത്, ഞാനത് വേർപ്പൊഴിക്കത് അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചാണോ? അതാണ് ഈ തൗഹീദിലെ ക്ലാരിറ്റി, പ്യുവറായിരിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ ഷെയറിങ് നടക്കുകയാണ്. ഞാൻ സംഘടനാ പ്രവർത്തനമായ സമയത്ത്, ഞാൻ ദഅ്വാ രംഗത്തുള്ള സമയത്ത് നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു. ഞാനായ സമയത്ത് ഭയങ്കര സജീവമായിരുന്നു ദഅ്വാ പ്രവർത്തനങ്ങൾ, ദീനി പ്രവർത്തനങ്ങൾ, പള്ളി മദ്രസയ്ക്ക് ഉഷാറായിരുന്നു. ഞാൻ ആരാണ്? ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് കിട്ടണം എന്നല്ല. അത് പറഞ്ഞു കഴിഞ്ഞു, നരകത്തിലേക്ക് പോകുന്നു. ലക്ഷക്കണക്കിന് ധനാഢ്യന്മാർ, കോടിക്കണക്കിന് കൊടുത്തവർ നരകത്തിൽ കിടന്ന് തിളക്കുന്നു. മൂന്നാമതൊരു പണ്ഡിതൻ ധാരാളം ഇൽമ കിട്ടി. എന്ത് ചെയ്തോടോ നിന്റെ ഇൽമുണ്ട്? ഞാൻ ജനങ്ങളെ പഠിപ്പിച്ചുറപ്പേ. കഥബുത്ത, ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹിൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എത്ര പണ്ഡിതന്മാർ, എത്ര ഇമാമിയങ്ങൾ, വലിയ പണ്ഡിതനാണ്, വലിയ എഴുത്തുകാരാണ്, വലിയ സംഭവമാണെന്ന് പറയും. ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അത് ദുനിയാവിൽ കിട്ടിക്കഴിഞ്ഞു. അള്ളാഹ് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്,
നീയത്തുകൾ അനുസരിച്ചാണ്. കൽബിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ രീതിയിൽ പോലും മറ്റുള്ളവർ അറിയണം, കേൾക്കണം, മനസ്സിലാക്കണം, പറയണം, ഞാൻ തരക്കേടില്ല എന്നുള്ളതാണോ? അള്ളാഹ്ക്കതറിയും, അള്ളാഹ്ക്കതറിയും. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളി സഹോദരന്മാരെ. അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്ത് ഏറ്റവും പേടിച്ചത് ഈ ശിർക്കിനെ പേടിച്ചു. അബൂബക്കറും ഉമറും ഉസ്മാനും എല്ലാം സഹാബികൾ അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹിനെ തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ പലരും സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സഹാബത്തിനോട് റസൂലുള്ള പറയാണ്, ഈ പറയപ്പെട്ട ശിർക്ക് എൻ്റെ ഉമ്മത്തിലേക്ക് കയറി വരുന്നത് എങ്ങനെയാണ്? ഗോപ്യമായിട്ടാണ്, കാണാത്ത രീതിയിൽ വരും. നമ്മൾ പോലും അറിയില്ല. ഒരു കറുത്ത രാത്രിയിൽ കറുത്ത പാറയിലേക്ക് കറുത്ത കൊച്ചുറുമ്പ് കയറി വരുന്നത് അറിയുമോ സഹാബത്ത്? ഇല്ല റസൂലെ, എങ്ങനെ അറിയാനാ? അതിനേക്കാൾ അറിയാത്ത രീതിയിൽ കൽബിലേക്ക് ശിർക്ക് വരും. ഇത് നന്നായി ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാർ. എത്ര ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ശിർക്ക് ചെയ്തുകൊണ്ട് നരകത്തിലേക്ക് അവൻ പോകുന്നു. എവിടേക്കാ പോണത്? പോലെ ഈ പണ്ഡിതന്മാർ എവിടേക്കാ പോയത്? ഈ ധനാഢ്യന്മാർ എവിടേക്കാ പോയത്? ഈ ഷഹീദായ ആളുകൾ എവിടേക്കാ പോയത്? നരകത്തിൽ കിടന്ന് തിളക്കാനാ പോയത്, നീചന്മാരായിക്കൊണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. ആരെങ്കിലും പടച്ച റബ്ബിനെ കണ്ടുമുട്ടണം, പരലോകത്ത് കൂലി കിട്ടണം, പരലോകത്ത് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, അമൽ സാലിഹാത്ത് ആയിരിക്കണം. ബിദ്അത്ത് ചെയ്യാൻ പറ്റൂല, ശിർക്ക് ചെയ്യാൻ പറ്റൂല, അതേപോലെ തന്നെ റസൂൽ പഠിപ്പിക്കാത്ത കർമ്മം ചെയ്യാൻ പറ്റൂല. അങ്ങനെ കുറേ ബിദ്അത്ത് ചെയ്യുന്ന ആൾക്കാർ നാട്ടിലുണ്ട് പരലോകത്ത് കിട്ടാൻ. അത് പറ്റൂല. മുത്തനബി പഠിപ്പിച്ചതായിരിക്കണം. അടുത്ത ഷർത്ത് എന്താ? അടുത്ത കണ്ടീഷൻ എന്താണെന്നറിയോ? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അമലിൽ ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. വലിയ ശിർക്കുണ്ടാകാൻ പാടില്ല, ചെറിയ ശിർക്കുണ്ടാകാൻ പാടില്ല. നല്ലോണം ഇടങ്ങാറാകേണ്ടി വരും. ചെയ്യണ ദാനധർമ്മവും നിസ്കാരവും നോമ്പും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കിട്ടുക അതിപ്രസരം എന്തെങ്കിലും ചെയ്ത് അത് റീൽസാക്കി, അത് വീഡിയോ ആക്കി, ഫോട്ടോ ആക്കി പോയില്ലെങ്കിൽ ഇടങ്ങാറ്. ഞാൻ കൊടുത്ത എന്ത് പറയാൻ, കൊടുത്തത് 4 ആൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ ഇടങ്ങാറ്, വലിയ പ്രയാസം. അല്ലാഹു സ്വീകരിക്കൂല. മുത്തക്കികളായ കൽബിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വന്ന പ്രവർത്തനങ്ങളെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു മുത്തക്കികളുടെ പ്രവർത്തനം നിങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു മുഅ്മിനീങ്ങളുടെ വിശേഷണം പറഞ്ഞ സമയത്ത് ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടുന്ന ആളുകളാണ്. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അതേ ആ പരലോക ദിവസത്തെ, ആ വിചാരണ ദിവസത്തെ ഭയപ്പെടുന്ന ആളുകളാണ്. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ വയുതഇമൂന ത്വആം. അവർ ഭക്ഷണം തീറ്റിപ്പിക്കുന്നു. സാധുക്കളായ അനാഥകളായ ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നു, കണ്ണീരിപ്പുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഭക്ഷണം അവരുടെ അടുത്ത് കുറേ ഉണ്ടായിട്ടല്ല, വലിയ പൈസക്കാരായിട്ടല്ല, ധനാഢ്യന്മാരായിട്ടല്ല, പാവങ്ങളാണ്, പട്ടിണിയാണ്. എന്നാലും എന്നേക്കാളും പട്ടിണിയായ ആളുകളാണല്ലോ, ബുദ്ധിമുട്ടുള്ള ആളുകളാണല്ലോ, രോഗികളാണല്ലോ, ശയ്യാവലംബികളാണല്ലോ. എനിക്ക് വല്ലാതെ ഒന്നും ഇല്ലെങ്കിലും എൻ്റെ കയ്യിൽ നിന്നും എടുത്തു കൊടുക്കുന്നു. ആ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അവർ പട്ടിണി കിടന്നും മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അവർ പ്രയാസപ്പെട്ടിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. തൻ്റെ ജീവിത ചെലവുകൾക്ക് പോലും തൻ്റെ സമ്പത്ത്, തൻ്റെ സാലറി ഒക്കുന്നില്ല എന്നറിഞ്ഞിട്ടും തൻ്റെ പ്രിയപ്പെട്ട പിതാവിനും തൻ്റെ അനിയനും ജ്യേഷ്ഠനും, അതേപോലെ തന്നെ തൻ്റെ കുടുംബത്തിലും തൻ്റെ അയൽവാസികളിലും തൻ്റെ നാട്ടിലുമുള്ള പാവപ്പെട്ട അശരണരായ രോഗികളായ ശയ്യാവലംബികളായ ആളുകൾക്ക് കൊടുക്കുന്നു. കൊടുക്കാൻ അവർ പായേരമാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അതിനോട് ആഗ്രഹമുണ്ട്. മിസ്കീനിന് കൊടുക്കുന്നു, അനാഥക്ക് കൊടുക്കുന്നു, അതേപോലെ തന്നെ ബന്ധനസ്ഥനാക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇവർ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താ പറയുന്നത്? ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. നിങ്ങളിൽ നിന്നൊരു ഭംഗിവാക്കോ
ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു പ്രതിഫലമോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്തു തരേണ്ട, ഒരു അംഗീകാരം തരേണ്ട, നിങ്ങൾ പറയേണ്ട, നിങ്ങളൊരു താങ്ക്സ് പറയേണ്ട, അതേപോലെ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരേണ്ട. ഞങ്ങൾക്ക് നാളെ പിറ്റേന്ന് പരലോകത്ത് ആ ഭയവിഹ്വലമായ ലോകത്ത് ഞങ്ങൾക്ക് പടച്ചറപ്പിൻ്റെ സ്വർഗം കിട്ടാൻ അതിനു വേണ്ടിയാണ് ഞങ്ങൾ നൽകുന്നത് എന്ന് പറയുന്നവരാണ് യഥാർത്ഥ മുത്തക്കികൾ, എന്ന് പറയുന്നവരാണ് യഥാർത്ഥ ദാനധർമ്മം നൽകുന്ന ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പം അതാണ് കൊടുക്കൽ. അല്ലാതെ ഇന്നെ കാണും ഞാൻ എത്ര കൊടുത്തോ, ഇന്നെ കാണുമ്പോൾ മടക്കത്ത് അയച്ചിട്ടില്ല, ഇന്നെ കാണുമ്പോൾ എണീറ്റുന്നില്ല, അതിനപ്പം കൊടുത്തത്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞെന്നറിയോ, സ്വതക്ക കൊടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കട്ട എന്ന് പറയരുതെന്ന പണ്ഡിതന്മാർ. സ്വതക്ക കൊടുത്തിട്ട് പ്രാർത്ഥിക്കിട്ടാന്ന് പറയരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. 100% ശരിയല്ല അത്. നമ്മളിതൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്വതക്ക കൊടുക്കുന്നത് അവന് കൊടുക്കേണ്ട ബാധ്യതയാണ്. അല്ലെങ്കിൽ അവൻ പാവപ്പെട്ടവനാണ്. സക്കാത്ത് നമുക്ക് ബാധ്യതയാണ്, നമ്മൾക്ക് സാധുവിൻ്റെ അവകാശമാണ് സക്കാത്ത്. സ്വതക്കയോ അതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട സ്വതക്ക അല്ലാഹ് ചോദിക്കും അത്. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കാൻ പറയാം. അപ്പോൾ അവനിൽ നിന്ന് എന്തോ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അതുപോലും പറയരുതെന്ന് പറഞ്ഞു പണ്ഡിതന്മാർ. അതിൻ്റെ അർത്ഥം എത്രയോ വലിയൊരു തെറ്റെന്നുള്ള നിലയ്ക്കല്ല. അപ്പം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് കിട്ടാനാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് തന്നിട്ടുണ്ട്. ഇവരാരാ ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ പോലെ ആരെ ഇവരെന്നെ പായേരമാണ്, ബുദ്ധിമുട്ടുള്ളവരാണ്, ഞെരുക്കമുള്ളവരാണ്. അവർ ഞെരുങ്ങിയിട്ട് കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക്. എന്നിട്ട് നിങ്ങളിൽ നിന്നും ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കണില്ല സുഹൃത്തെ. നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ മടക്കും തയ്ച്ചിടണ്ട, നിങ്ങളെ കാണുമ്പോൾ എണീറ്റിക്കണ്ട, എന്തൊരു ഹെൽപ്പിനെ വിളിക്കുമ്പോൾ ഓടി വരണ്ട, ഞങ്ങളെ കാണുമ്പോൾ ഒന്നും ബഹുമാനിക്കണ്ട, ഒന്നും വേണ്ട. അപ്പോൾ എൻ്റെ അമലിജ് കളയരുത് എന്ന് ആഗ്രഹിക്കണോലാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഷിർക്ക് ഈ പറയപ്പെട്ടത് ഷിർക്കാണ്. മറ്റുള്ളവർ കാണാൻ, മറ്റുള്ളവരെ അറിയാൻ ഏത് പ്രവർത്തനമാണ് സഹാബത്ത് ഏറെ പേടിച്ചതും ഈ ഷിർക്കിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്യുവറായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കുന്ന കാര്യങ്ങളാണ് ചെറിയ ശിർക്കും വലിയ ശിർക്കും. ഈ ചെറിയ ശിർക്ക് ഏറെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്യുവറായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ നിലക്ക് ജീവിക്കാനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊന്നും എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും, നമ്മുടെ കുടുംബത്തിനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.